നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലാന്നൊന്നും പറയരുത്. ഏതായാലും നിങ്ങളെല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ വന്ന് അത് കൊടുക്കേണ്ട സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നിൽക്കുകയാണ്. വന്നാ എത്തിയാ ഇവിടെ നിന്ന് വലിയ ചെയ്യുക എന്നുള്ളതാണ്. അയ്യടെ കൈയും കാലും കിടച്ചാണ്ടി ഇല്ലാത്തവരൊക്കെ ജീവിക്കേണ്ടേ കഷ്ടപ്പാട് തന്നെ. നമ്മൾ ഇന്നിപ്പം വെള്ളിയാഴ്ച ആയിട്ടതുകൊണ്ട് അവർക്ക് പരാതി സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും പരാതി ഫോർവേഡ് ചെയ്യാമെന്നും പരാതി ശനിയാഴ്ച പരാതി സ്വീകരിച്ചിട്ട് എൻ്റെ ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇനി വരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്വീകരിച്ചിട്ട് മൺഡേ ആക്ഷൻ എടുത്തുകൊള്ളാമെന്ന് ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇന്നലെ ഒരുപാട് പേര് സംസാരിച്ചു. നിങ്ങളൊക്കെ ഞാനൊരു വാട്സപ്പ് നമ്പർ തരാം. നിങ്ങൾ അതിനകത്തേക്ക് ഈ വിഷയം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ കുട്ടികളെ ഉപയോഗിച്ച് അവൾ ചെയ്യുന്ന ആ സംഗതികൾ ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ ഇതിനകത്ത് ഇട്ട് തന്നാൽ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുത്തിയിരുന്നത് കണ്ടുപിടിക്കാത്ത ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കൊണ്ട് തെറി വിളിപ്പിക്കുന്ന, കുട്ടികളെ കൊണ്ട് മോശം പറയിക്കുന്ന കുറച്ച് പേരെ അല്ലാതെ കുറേ വീഡിയോ കൊണ്ടുവരുന്നു. തുണി പൊക്കി കളിക്കുന്നവരെണ്ണമുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് തരിക. ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. പരാതി കൊടുത്ത ശേഷം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചുമ്മാ പറച്ചിൽ എന്നുള്ളത് എൻ്റെ പരിപാടിയല്ല. ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഷാജി ഇതോ അതല്ലേ നമ്മുടെ വണ്ടി. ഇങ്ങോട്ട് വരുമോ? വയ്യായ്മയും നമ്മൾ കണക്കാക്കില്ല. എന്നാലും എൻ്റെ ശാരിക്ക് മോനെ നീ എന്നെ എന്നാലും വായിക്കൊള്ളാന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോടാ പൊന്നോനെ. അതുകൊണ്ടല്ലേ എന്നാലും ഉമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്ക്. മക്കളെ ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പിരിക്കാനൊന്നുമല്ല ആൻറ്റി ചെയ്തത്. അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ. ഇച്ചിരി പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഉമ്മച്ചിക്ക് ഇത്തിരി ഒരു ഇളക്കമുണ്ട്. ആ ഇളക്കം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് മെനക്കെട്ട് ഇവിടം വരെ വന്നത്. നടക്കാൻ വയ്യടാ. അത്രയും ബുദ്ധിമുട്ടാടാ. ഈ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ അത് മനസ്സിലാക്കും. ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കൊച്ചിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഉമ്മച്ചിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഉമ്മച്ചിക്ക് ഇച്ചിരി ഞട്ട് ലൂസായ ഞട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നോടാ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കളിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം. നിങ്ങളുടെ ഉമ്മയെ പോലെ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം. അല്ലാണ്ട് ഇതുപോലെ ഉമ്മച്ചി പറയണേ കേട്ടിട്ട് നാട്ടുകാരെ തെറി വിളിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിർബന്ധിച്ചതാണ്. എൻ്റെ ഉമ്മ നിർബന്ധിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് വന്നൊരു പരാതി കൊടുക്കും, പറയും, ഇൻഫർമേഷൻ കാണിക്കും, പോകുന്നതിനപ്പുറം അത്ര സിവിയർ ആക്ഷനിലൊന്നും ഞാൻ ഇറങ്ങാറില്ല. ഇതിവിടെ ഇത്രയും ക്രൗഡായിരുന്ന ഒരിടത്തേക്ക് വന്ന് ഞാനിത് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ റീസൺ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. 5 മക്കൾ അവർ സൊസൈറ്റിയിൽ നല്ല കുട്ടികളായിട്ട് വരണം. അല്ലാതെ ക്രിമിനലുകളായി വളരാൻ പാടില്ല. ആ ഒരു കാര്യം തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിയമമുണ്ട്. അല്ലാതെ എൻ്റെ മക്കളാണ്, ഞാൻ പ്രസവിച്ചതാണ്, എനിക്ക് എങ്ങനെ വേല വളർത്താം എന്ന ടേമില്ല. കുട്ടികൾക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട്. അതിനാണ് ഇവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുള്ളത്. പിന്നെ പാലക്കാടേക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമുക്ക് അവിടുത്തെ CWCയിൽ പോകാം. അപ്പോൾ ഞാൻ ഷാനിഫ മാഡത്തിൻ്റെ നമ്പരും ബാക്കി ഡീറ്റെയിലും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഇവിടുന്ന് ഇവരത് ഫോർവേഡ് ചെയ്യും. നമ്മൾ ഇത്രയും ദൂരം വന്നതുകൊണ്ട് ഒരു ലെറ്റർ അവർ വാങ്ങി എന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടുത്തെ ഹാളിലാണ് അത് ഫോർവേഡ് ചെയ്യുക. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണോ അവരുടെ അടുത്തേക്ക് അത് ഫോർവേഡ് ചെയ്യും. ആക്ഷൻ ഉണ്ടാകും. 100% കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും. നമുക്ക് ഉറപ്പാണ്. അങ്ങനെയല്ലായിരുന്നോ? അത് കഴിഞ്ഞു കേട്ടാ. അപ്പൊ സംഭവം വാങ്ങി ഓക്കെ ഞാനിതൊന്ന് പറയാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തി ഒരു ചായ വാങ്ങിത്ത. ഇപ്പൊ രാന്ത് എടുക്കണം. എനിക്ക് ചായ കുടിക്കണം. മോനെ ശാരിക്കോനെ മക്കളെ എന്തൊരു വേണോലും വിളിക്കണം കേട്ടാ. ഇവിടെ നിന്ന് വണ്ടി നോക്കാം. അവിടെ ഉണ്ടായിരുന്നാണ്. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ഒരാൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പാവല്ലേ, കണ്ട കൊച്ചു പെണ്ണിനെ പോലെ ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുഴപ്പമായതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈവർ വന്നിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ചിലപ്പോൾ എന്നെ അടിക്കും. എന്നാലും നീ കാണിച്ച പറയുന്ന ഗുണ്ടിയാണെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും കൊച്ചാണ് നമ്മളെ വണ്ടി ഓടിച്ച് ഇവിടം വരെ കൊണ്ട് നമ്മളെ സഹായിച്ചു തന്നത്. സാധാരണ ഒരു നിയമമുണ്ട്, അതിനകത്തേക്ക് വണ്ടി കയറ്റരുത്. പക്ഷേ എനിക്ക് ആ നിയമം ബാധകമല്ല. കാരണം വയ്യാത്തതുകൊണ്ട് അവർ അകത്തേക്ക് വണ്ടി കയറ്റും. ഞാൻ അത്രയും ക്രൗഡായവരുടെ പോയി നമ്മളങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് വണ്ടി പുറത്തിട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. എൻ്റെ നിങ്ങളെല്ലാവരും ഒരു നന്ദി പറഞ്ഞൊരു പാവത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേര്. അവനാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നത്, സപ്പോർട്ട് ചെയ്തത്. അപ്പം പുള്ളി സഹായിച്ചതിന് നമ്മൾ നന്ദി പറയണം. അപ്പം ഷാരിക്ക് മോനെ ഇതൊക്കെ പോലെ പഠിച്ച് ജോലിയായി അന്തസ്സായി അമ്മയെ നോക്കി കുടുംബം പോറ്റുന്ന ഒത്തിരി ആൺകുട്ടികളുണ്ട്. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടത് ചികിത്സയാണ്. എന്ത് പറയാം, എൻ്റെ കൊച്ചിനെന്തോ പറ്റി. അവളെ അപ്പം കുഞ്ഞപ്പം നെയ്യപ്പം അപ്പാപ്പം എന്നൊക്കെ പറയണം. എന്തൊരായെന്ന് അറിയാൻ വയ്യ മക്കളെ. ഈ വയസ്സിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. കൂടെ കഴിയുമ്പം നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെടും. ആ അവഹേളനം നിർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ വലിയ വ്യൂ ഉള്ളവളോ വലിയ സ്റ്റാൻഡ് ഉള്ളവളൊന്നും അല്ല, പാവമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. വെറുതെ ചൊറിയ ഞാൻ മാന്തി പറിച്ച് വിടുന്നു ഞാൻ പറഞ്ഞാണ് എണ്ണം കേട്ടോ. അടുത്തുള്ള കേൾക്കാത്തതുകൊണ്ടല്ലേ, എന്നെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ. ആരാ എണ്ണ കണ്ണെടുക്കാൻ ബാക്കിൽ? അപ്പം ഇല്ലേ അതോ അതിൻ്റെ അടുത്തൊന്നും വേണ്ടത്. നമ്മുടെ ഇളയ സന്തതിയാണ്. അയാളെ ഫോണിലെങ്ങനെ കാണിച്ച അയാൾ പറയാം അയാൾ സെലിബ്രിറ്റിയാണ്. പിന്നെ
ചുമ്മാ ഇരിക്കേ, അതവിടെ ഇരുന്നോണ്ട് പോട്ടെ. ആ മൊബൈലല്ലോ പാട്ട് കേക്ക്. മോനൊരു ഹായ് പറയോ? വേണ്ട, വല്ല കാര്യം ഉണ്ടായിരുന്ന നിനക്ക് എന്തിന്റെ സാക്കേടാണ്? അതിന്റെ ആയിരിക്കണം അത്ര ഞാൻ ഇപ്പൊ കേൾക്കും. അസ്സലാമു അലൈക്കും. അവൻ അങ്ങനെ സിനിമ ഫീൽഡിലൊന്നും വരുന്ന അയാൾ വേറെ ഏതോ ലെവലിൽ പോകണം, അന്യഗ്രഹ ജീവിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെയൊക്കെ പോലുള്ള നിങ്ങൾ ഞങ്ങളെയൊന്നും കണ്ടിട്ട് അവൻ വന്നില്ലേ, ഫേസ് കാണിച്ചില്ല, പിന്നെന്തുവാ? അതുപോലെ നിങ്ങൾക്ക് കഥാകൃത്താണ്. ഞാൻ ഉടനെ ഒരു കഥ എഴുതും. കഥയല്ല അത്, നോവൽ എഴുതാനുള്ള സംഗതികളല്ലേ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. എന്തെല്ലാണെന്ന് എല്ലാ പറട്ടുകളെയും ഞാൻ എടുത്ത് കെട്ടിയിടും. കുറെ ആയി എന്നെ ആയിട്ട് ഉപദ്രവിക്കും. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കരുത്. ഇനി നമ്മളിനി വേറൊരു വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധ ഊന്നുകയാണ്. നമ്മൾ ഈ ടോപ്പിക്കിൽ ഇവിടെ താൽക്കാലികമായി നമ്മളത് ഒരു ഭരണകർത്താക്കളുടെ കയ്യിലേക്ക് ശ്രദ്ധ ഏൽപ്പിച്ച ശേഷം ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയാണ്. നമ്മുടെ അടുത്ത വണ്ടി കൊട്ടേഷൻ വന്നിട്ടുണ്ട്. അതൊരു ഞൊണ്ടി കൊട്ടേഷനാണ്. മലപ്പുറം കോൺസെൻട്രേറ്റ് ചെയ്ത് മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ട കല്യാണ തട്ടിപ്പ് വീരൻ, ഒരു ജംഷീർ, അവന്റെ കൊട്ടേഷനാണ് ഇനി നമ്മൾ എടുക്കുന്നത്. ആ നാക്കി പറഞ്ഞവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുത്തതിന് ശേഷം ചിലപ്പോൾ ഇന്ന് ലൈവ് ഇടും, ഇല്ലെങ്കിൽ നാളെ ഞാൻ അതിന്റെ ഒരു വീഡിയോ ആയിരിക്കും ആദ്യം എടുക്കുക. അവന് ഞാൻ കുറെ ദിവസം കൊണ്ടേ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ രണ്ട് വശവും നോക്കണം. ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് തീരുമാനം എടുക്കുന്ന ആളല്ല. അപ്പൊ രണ്ട് സൈഡും കേൾക്കുക എന്നുള്ളത് കൊണ്ട് അവന്റെ സൈഡ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന് 7 ദിവസം സമയം കൊടുത്തു. അവന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നറിയിക്കാനും കൂടിയാണ് ഇത്. ഇനി അവനാണ് നമ്മളുടെ അടുത്ത ഒരു കണ്ടന്റ്. ഓക്കെ, അപ്പൊ അത് വരും ദിവസങ്ങളിൽ ഇടാം. എന്തായാലും ഞാൻ സാമ്പിൾ വെടിക്കെട്ട് ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടേക്കാം. ഒരു ഖുർആൻ പാരായണമാണ്, അത് നമ്മൾ കേൾക്കണം. കാരണം നമ്മളെല്ലാവരും ഇസ്ലാമിയരെല്ലാവരും അത്രത്തോളം പ്രിയപ്പെട്ടതായി വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് അത്രയും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന കഅബയിലിരുന്ന് ഖുർആനിൽ കൈവച്ച് അവൻ പറഞ്ഞ ഒരു സത്യം, ഇവനെ എന്താ ചെയ്യേണ്ടെന്നറിയാം. മുട്ടുസൂചി കിട്ടുമോ? അത് കിട്ടണമെങ്കിൽ അത് വെച്ചൊരു പ്രയോഗം നടത്തിയാൽ മാത്രമേ ഒരു ചായ വാങ്ങിച്ചാടാ മോനെ. മുട്ടുസൂചി പ്രയോഗമാണ് അവന് നടത്തേണ്ടത്. അവനെ ഞാൻ ജംഷീറെ, ഞാൻ നിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് ആ പെങ്കൊച്ചിന് കിട്ടേണ്ട അവളെ കയ്യിൽ നിന്ന് 20 പവന്റെ സ്വർണ്ണമാണ് അവ അടിച്ചു മാറ്റിയിരിക്കുന്നത്. 1ഉം 2ഉം പവനല്ല. പെണ്ണിനെ കല്യാണം കഴിച്ചു, പെണ്ണിനെ കൊണ്ടു നടന്നു, അത്യാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചു, സ്വർണവും അടിച്ചു മാറ്റിയിട്ട് ഇപ്പൊ റാന്നി സ്വദേശിയായ ഒരു അച്ചായത്തീരെ കൂടെയാണ് ഡിങ്കോലാബി. എന്റെ പൊന്നുമോളെ റാന്നിക്കാരി, 20 പവനും സ്വർണവും പോയി അന്തം വിട്ട് കുന്തം വിഴുങ്ങി വരുത്തി നടക്കുന്നുണ്ട്. ഇനി നിന്റെ സാമാനവും പോകും, അതിന്റെ കൂടെ നിന്റെ സ്വർണവും പോകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വരുന്ന അടുത്ത പെൺകുട്ടികൾക്കൊക്കെ വരെ സൗദിയിലാണ് ഈ ചെയ്ത സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പൊ ആകെ മൊത്തത്തിൽ ഒരു നല്ല വിവാഹ തട്ടിപ്പ് വീരനാണ് അവൻ. ഇത്രയും വൾഗറായി, അതായത് മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതവാദിയായിട്ട് അഭിനയിച്ച് ഖുറാനിൽ കൈവച്ചുകൊണ്ട് പെൺകുട്ടികളെ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യുക മാത്രമല്ല, മറ്റൊരു സമുദായത്തിലെ പെണ്ണിനെ കൂടെ ഇതുപോലെ ഉപയോഗിക്കണം. ആ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവും കൊച്ചുങ്ങളും ഒക്കെ ഉള്ള പെണ്ണാണ്, ഓർത്തോണം. ഇത് അപ്പുറത്തെ സൈഡിൽ കിട്ടി അവരെന്തോ പറയും, ഹണി ട്രാപ്പ് അല്ല എന്താ പറയാ, ജാതി മാറ്റുന്നതിന് എന്തോ പറയുമല്ലേ, ലവ് ജിഹാദ് നടത്തുന്നു ഒരു കാക്കാമോനെന്ന് പറയും. ഇവന്റെയൊക്കെ കുത്തിക്കഴപ്പിന് മതം തെറിയേക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് ഇല്ലാണ്ടാകാനാണ് നമ്മൾ ശ്രമിച്ചത്. ഇനി മേൽക്കൊണ്ട് ഇവൻ ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും 7 ദിവസമായിട്ട് അനങ്ങായിരിക്കും. നീ എന്താ വെച്ചാൽ കാണിച്ചു തന്നു, എന്നാ പിന്നെ കാണിക്കുക എന്നുള്ളതാണ്. ഏത് ചാനലുകാർക്ക് വേണമെങ്കിലും ഡീറ്റെയിൽസിന് സമീപിക്കാം, ഞാൻ തരുന്നതായിരിക്കും. എന്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, അങ്ങനെ